അപ്പം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇൻകം എന്ന് പറയുന്നത് ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 1230. സിമിലർലി അയാളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 830. സോ ഇവരത്തിൽ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സേവിങ്സ് കിട്ടും. എത്ര? 4000. ഓക്കെ, 12,000, 8,000, 4,000 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഇൻകം എന്ന് പറയുന്നത് 10% ഇൻക്രീസ്ഡ് ആയി. സിമിലർലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 8% ഇൻക്രീസ്ഡ് ആയി. അപ്പോൾ സേവിങ്സിൽ എത്ര ശതമാനം ഇതിൻ്റെ മാറ്റം അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ ചെയ്യുക, ആദ്യം ഇവിടുത്തെ ഇൻകം കണ്ടുപിടിക്കുക, ഇവിടുത്തെ ഇൻകം കിട്ടും, എക്സ്പെൻഡിച്ചർ കിട്ടും, അടുത്തുള്ള ഡിഫറൻസ് എടുത്താൽ സേവിങ്സ് വരും. ദെൻ ആദ്യത്തെ സേവിങ്സ് ഉണ്ട്, രണ്ടാമത്തെ സേവിങ്സ് ഉണ്ട്. സോ സേവിങ്സിലുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിന് നമുക്ക് ഒരു മെത്തേഡ് ഉള്ളത് പെർസെൻറ്റേജ് ചേഞ്ച് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ സേവിങ്സ് ആണ്. എങ്ങനെയാണ്? ഇൻകം ഇസ് ഈക്വൽ ടു സേവിങ്സ് പ്ലസ് എക്സ്പെൻഡിച്ചർ. സോ അതുകൊണ്ട് തന്നെ സേവിങ്സിൻ്റെ ഫോർമുല എവിടെ നിന്ന് വരും? സേവിങ്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്നാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സേവിങ്സിലുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ എടുത്തിട്ടാവും. സോ അതുകൊണ്ട് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഇൻകത്തിൽ എത്രത്തോളം പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായി ഇൻറ്റു പഴയ ഇൻകം, ദാറ്റ് ഇസ് ഓൾഡ് ഇൻകം. ഓക്കെ, ഇനി എന്താ മൈനസ് എസ് ഐ മീൻസ് അതുപോലെ ഇടാം. ഇനി എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട സെയിം പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഇൻറ്റു ഓൾഡ് എക്സ്പെൻഡിച്ചർ ബൈ ഓൾഡ് സേവിങ്സ്. സോ ഈ ഫോർമുല നമ്മൾ ഇതുവരെ പഠിച്ചു. എന്ത് ചോദിച്ചാൽ കഴിയുന്നത് സേവിങ്സ് വെച്ചതുകൊണ്ട് ഇൻകവുമായി ബന്ധപ്പെട്ട ടേം, എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട ടേം, സേവിങ്സ് വെച്ചിട്ട് ഓൾഡ് സേവിങ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻകം ആണെങ്കിൽ തിരിച്ച് ഇൻകത്തിന്റെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇൻകം ഇസ് ഈക്വൽ ടു സേവിങ്സ് പ്ലസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ സേവിങ്സിന് ഇതേ ടേം വരും, എക്സ്പെൻഡിച്ചർ വരും, ഡിവൈഡ് ബൈ എന്ത് തന്നെ വരും? ഇൻകം തന്നെ വരും. സോ ഇവിടെ എന്താണോ അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിനോമിനേറ്റർ വരുന്നത്, മുകളിലെ ഇക്വേഷൻ പോലെ തന്നെ. സോ അപ്പോൾ നമുക്ക് പറ്റും പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സേവിങ്സ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻകം പറയുന്നത് 10% ഇൻറ്റു പഴയ ഇൻകം 1230 മൈനസ് പെർസെൻറ്റേജ് എക്സ്പെൻഡിച്ചർ 8%, പഴയ എക്സ്പെൻഡിച്ചർ 8,000 ഡിവൈഡ് ബൈ ഓൾഡ് സേവിങ്സ് 4,000. സോ 10% എന്ന് പറയുമ്പോൾ 12,000 8 പറയുമ്പോഴത്തേക്കും 8/100 ഇൻറ്റു 8,000 എന്നാണ്. 264 ഇത് കുറയ്ക്കാം. 6 വീണ്ടും 6 40 പോയി കഴിഞ്ഞാൽ 560. സോ ഇൻറ്റു 100. ഇവിടെ ഇൻറ്റു 100 ഉണ്ട്, ഇൻറ്റു 100. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇക്വേഷൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സേവിങ്സ് ആണ്. അതിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഓൾഡ് സേവിങ്സിലാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 മുകളിൽ ഈ ഇക്വേഷൻ പോലെ. സോ ഇറ്റ് ഈക്വൽ ടു ബൈ 4000 ഇൻറ്റു 1000 100 ഈക്വൽ ടു 56/4 ഇറ്റ് ഈക്വൽ ടു 14% എന്ന് വരും സേവിങ്സിലുള്ള ഇൻക്രീസ്. സോ ഇത് വളരെ സിമ്പിളാണ്. ഏതിൽ ചോദിച്ചാലും നമുക്ക് സെയിം ഫോർമുല മാറ്റി തിരിച്ചു എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മുടെ സേവിങ്സ് വെച്ചതുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതിയത്. അപ്പോൾ ഒന്നുമില്ല, ആദ്യം ന്യൂമറേറ്റർ നമ്മൾ കറക്റ്റ് നമ്മൾ ആ ഫോർമുല എങ്ങനെയാണോ അതുപോലെ എഴുതുക. പിന്നെ നമുക്കറിയാം നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. അപ്പോൾ അതിനൊരു വിത്ത് റെസ്പെക്ട് ഒരാൾ വേണമല്ലോ. സോ വിത്ത് റെസ്പെക്ട് ഓൾഡ് സേവിങ്സ് വെച്ചിട്ടാണ് നമ്മൾ, പഴയ സേവിങ്സ് ഒന്നും ഇപ്പോൾ എത്ര മാറ്റം ഉണ്ടായി. സോ അതുകൊണ്ട് തന്നെ ഓൾഡ് സേവിങ്സ് പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടി കിട്ടുന്ന ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ പെർസെൻറ്റേജ് ഇൻറ്റു 100. സോ ചെയ്യുമ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ സേവിങ്സ് വരും.